അവിടം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മിതത്വ ചിന്തയും മൃദുല ചിന്തയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു മതക്കാരോട് നമ്മൾ പറയേണ്ടതുണ്ട്. എന്താ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും, വേദക്കാരെ നിങ്ങളുടെ ദീനിൽ നിങ്ങൾ തീവ്രരാകരുത്. അത് അവരോട് പറയണമെങ്കിൽ നമ്മൾ മിതത്വത്തിൻ്റെ ആളുകളായതുകൊണ്ടാണ്, ആ ആദർശം നമ്മൾ പഠിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള മുസ്ലിം ഉമ്മത്ത് എങ്ങനെയാണ് തീവ്ര ചിന്തകൾ തലയിലേറ്റി ഇത്തരം ഹീനപ്രവൃത്തികൾ നടത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിതങ്ങൾ അതാണ് നമ്മളിവിടെ കേൾക്കുന്നത്. തീവ്രതയും ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അനുബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ദീനീ നിഷ്ഠ. അത് നമ്മൾ പുലർത്തലും പാലിക്കലും അത് തീവ്രതയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീൻ അത് യഥാവിധം നമ്മൾ പാലിക്കുമ്പോൾ നമുക്കൊരിക്കലും തീവ്രത ഉണ്ടാവില്ല. അത് വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും എല്ലായിടത്തുമാണ്. ഇന്നൊരു വിഭാഗം ആളുകൾ ഇത്തരം തീവ്രവാദ ചിന്തകൾ അതേപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പല തീവ്രന്മാരും ഭീകരന്മാരും നടത്തുമ്പോൾ സുന്നത്തിനെ കൊഞ്ഞനം കുത്തി സുന്നത്തിലേക്ക് വിരൽ ചൂണ്ടി അതാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതും മഹാ അപകടമാണ്. ഞാൻ നിങ്ങൾക്ക് കുറേ ഉദാഹരണങ്ങൾ കേൾപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗമ്യമായ പെരുമാറ്റങ്ങളും കാരുണ്യമയമായ പെരുമാറ്റങ്ങളും ഇങ്ങോട്ട് ആയുധമെടുത്തവനോട് വരെ കാരുണ്യത്തിൽ സ്നേഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ച പ്രവർത്തനങ്ങളും, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താടി നീട്ടി വളർത്തിയ പ്രവാചകനായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ഒരു പിടി വലിപ്പമുള്ള താടിയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെര്യാണിക്ക് താഴെ ഒരിക്കലും വസ്ത്രം നീട്ടി ഉടുത്തിട്ടില്ല. നെര്യാണിക്ക് താഴെ വസ്ത്രം പോയാൽ അത് നരകത്തീയിലാൽ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ താടി നീട്ടി വളർത്തിയത് കൊണ്ടാണ്, ഉടുമുണ്ട് നെര്യാണിക്ക് മുകളിൽ ഉടുത്തത് കൊണ്ടാണ്, അങ്ങനെയുള്ള കാരണത്താലാണ് തീവ്രവാദികൾ പിറക്കുന്നത് എന്ന് പറഞ്ഞ് താടിയെയും അതേപോലെ നെര്യാണിക്ക് മുകളിൽ തുണിയൊടുക്കുന്നതിനെയും ഹിജാബിനെയും ഒക്കെ കളിയാക്കുന്ന തീവ്രവാദികളെ അവർ സുന്നത്ത് അതിൽ നിഷ്ഠ പുലർത്തിയത് കാരണത്താലാണ് തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നതായ ഒരു വിഭാഗം ആളുകളെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ് താടി വളർത്തൽ. നബി അതുകൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. വഫിറുൽ ലിഹ ഉഫുൽ ലിഹ ഉത്റുകുൽ ലിഹ അർജിഉൽ ലിഹ, ഇതൊക്കെ താടി വളർത്താനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. ആ താടി വളർത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകരോട് കാരുണ്യത്തിൽ സ്നേഹത്തിൽ വളർത്തിയ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അന്ധമായി വിരോധം തീർക്കുകയും കാടിളക്കി വെടിവെക്കുകയും ചെയ്യുന്നതായി ഈ ഒരു സമീപനം അതും ഈ വിഷയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയോട് കൊഞ്ഞനം കുത്തി എത്ര ആളാകാൻ വേണ്ടി ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ പരാജയത്തിൻ്റെ കയ്പ് നീരും അധോഗതിയുടെ ഒരു ഭാവിയും അത്തരം ആളുകൾക്ക് അനിവാര്യമായി ഉണ്ടാകും. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. മരണം വരെ ഈ സത്യദീനിൽ യഥാവിധം ജീവിക്കാൻ കൊതിക്കേണ്ടവനും ഈ ദീനിൽ മരിക്കാൻ ഉത്കടമായി ഇച്ഛിക്കേണ്ടവനുമാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് ജീവിക്കാൻ വിശ്വാസികളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ട് അല്ലാതെ മരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഭാഷയിൽ അത് ഉണർത്തുകയാണ്. അപ്പോൾ ഇസ്ലാമികമായി ജീവിച്ച് ഇസ്ലാമികമായിട്ടുള്ള ഒരു മരണം അത് കാക്ഷിക്കേണ്ട കൊതിക്കേണ്ട ആളുകളാണ് വിശ്വാസികൾ. അങ്ങനെയുള്ള വിശ്വാസികൾ എങ്ങനെയാണ് ദീനിൻ്റെ ചര്യകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീനെ പരിഹസിക്കുകയും അതിനെ കൊച്ചാക്കുകയും ചെയ്യുക? ഇസ്ലാം ഇത്തരം ശുഷ്ക സമീപനങ്ങളിൽ നിന്നും അത്തരം തീവ്രവാദികളുടെ തീവ്ര സമീപനങ്ങളിൽ നിന്നും
സുരക്ഷിതാണ്. ഇസ്ലാമിൻ്റേത് മിതത്വമായ നിലപാടാണ്. അതുകൊണ്ട് തന്നെ തീവ്രവാദികൾ അവരുടെ ദുഷ്ടചെയ്തികളിൽ നിന്ന് ഈ പരിശുദ്ധ ദീൻ, വിശിഷ്യ രക്തദാഹികളായി മനുഷ്യരക്തം ചിന്തുന്ന തീവ്രവാദികളിൽ നിന്ന് ഇസ്ലാം തീർത്തും മുക്തമാണ്. 2 സംഭവങ്ങൾ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കണേ. ഒന്ന്, മനുഷ്യോൽപ്പത്തി ഇവിടെ തുടങ്ങുന്നതിന് മുമ്പുള്ള ചരിത്രം. മറ്റൊന്ന്, മനുഷ്യോൽപ്പത്തി തുടങ്ങിയതിന് ശേഷം തൊട്ടുടനെ നടന്ന, അല്ലെങ്കിൽ മനുഷ്യോൽപ്പത്തിക്ക് ശേഷം നടന്ന സംഭവം. രണ്ടും മനുഷ്യരക്തവുമായി ബന്ധപ്പെട്ടും മനുഷ്യരക്തം പാപനമാണെന്ന് പ്രത്യേകം വായിക്കാനും ഉള്ള ചരിത്രമാണ്. മനുഷ്യോൽപ്പത്തി തുടങ്ങുന്നതിന് മുമ്പ് നടന്ന ആ സംഭവം അള്ളാഹു ഉണർത്തി വിശുദ്ധ ഖുർആനിൽ. എന്താ അള്ളാഹു പറഞ്ഞത്? വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ. അള്ളാഹു മലക്കുകളോട് പറയാണ്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ സൃഷ്ടിക്കുകയാണ്, മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യർ ഒരു തലമുറ മറ്റൊരു തലമുറയെ, ഒരാൾ മറ്റൊരാളെ അനന്തരമെടുത്ത് പിൻഗാമികളായി ജീവിക്കുന്നവരാണെന്ന പ്രത്യേകതയുള്ളതിനാലാണ് അവർക്ക് ഖലീഫ എന്ന പേര്. ഭൂമിയിൽ മനുഷ്യരെ പടക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞപ്പോൾ എന്താ മലക്കുകൾ പ്രതികരിച്ചത്? ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഭൂമിയിൽ കുഴപ്പം വിതക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെയാണോ നീ പടക്കുന്നത്? വനഹ്നു നുസബ്ബിഹു ലക വനുസബ്ബിഹു ബിഹംദിക്. നിനക്ക് തസ്ബീഹ് എടുക്കാനും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താനും ഞങ്ങളുണ്ട്. എന്നിരിക്കെ നീ ഭൂമിയിൽ രക്തം ചിന്തുകയും കുഴപ്പം വിതക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ പടക്കുകയാണോ എന്ന് മലക്കുകൾ അള്ളാഹിനോട് പ്രതികരിച്ചു. ഈ സംഭവം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തി. എന്താ പണ്ഡിതന്മാർ പറഞ്ഞത്? എങ്ങനെയാണ് മലക്കുകൾക്ക് മനുഷ്യർ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടാൽ ഇവിടെ രക്തം ചിന്തും കുഴപ്പം വിതക്കും എന്നുള്ളത് മനസ്സിലായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടക്കുന്നതിന് മുമ്പ് ഇവിടെ ജിന്നുകളെ പടച്ചിട്ടുണ്ട്. മനുഷ്യർ മലക്കുകളെ പോലെയല്ല, അവർക്ക് വിധിവിലക്കുകൾ കൊടുക്കുകയാണ് അള്ളാഹു. ഇതേപോലെ വിധിവിലക്കുകൾ കൊടുത്ത ടീമാണ്, വിഭാഗമാണ് ജിന്നുകൾ. അള്ളാഹു മനുഷ്യരെ പടക്കുന്നതിന് മുമ്പ് ജിന്നുകളെ പടച്ചു. അതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ വൽ ജാന്ന ഖലഖ്നാഹു മിൻ ഖബ്ലു മിൻ നാരി സമൂം. മനുഷ്യരെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നു വർഗത്തെ പടച്ചു. ഈ ജിന്നു വർഗവും മനുഷ്യരെ പോലെ വിധിവിലക്കുകളുള്ളവരായിരുന്നു. പക്ഷേ ജിന്ന് വർഗങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അനുഭവമാണ് മലക്കുകൾക്കുള്ളത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, അതേപോലെ മനുഷ്യരെ പടച്ചിട്ടുണ്ട് എങ്കിൽ അവരും കുഴപ്പമുണ്ടാക്കും, രക്തം ചിന്തും. നിനക്ക് തസ്ബീഹ് എടുക്കാനും ഹംദ് പ്രഖ്യാപിക്കാനും നിന്നെ പരിശുദ്ധപ്പെടുത്താനും ഞങ്ങളില്ലേ എന്ന് പറയുന്നത്. ഇവിടെ മനുഷ്യർ ഭൂമിയിൽ കുഴപ്പം വിതക്കും, രക്തച്ചൊരിച്ചിലുണ്ടാക്കും എന്നത് പ്രത്യേകം ഉണർത്ത് പറയാണ്. കുഴപ്പം വിതക്കുന്നതിൽപ്പെട്ടതാണ് ഈ രക്തച്ചൊരിച്ചിലുണ്ടാക്കലും രക്തം ചിന്തലും. അതിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? അന്ന് മലക്കുകൾ ഭയപ്പെട്ട ആ ഒരു ചെയ്തി മനുഷ്യർ സൂക്ഷിക്കണം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കരുത്. അത് മനുഷ്യകുലം വായിക്കാനാണ്, മുസ്ലിമീങ്ങൾ വിശിഷ്യം വായിക്കാനാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു ആയത്താക്കിയിട്ട് വിശുദ്ധ ഖുർആനിൽ ഇറക്കിയത്. മാത്രമല്ല, മറ്റൊരു സംഭവം, ഇവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതിന് ശേഷം, മനുഷ്യോൽപ്പത്തി തുടങ്ങിയതിന് ശേഷം ഭൂമിയിലുണ്ടായ സംഭവം അതെന്താ? അതും രക്തചിന്തലുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാനുള്ള സംഭവമാണ്. അത് സൂറത്തുൽ മാഇദയിൽ നമ്മൾ വായിക്കുന്നു. വത്ലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാന ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ ഖാല ല അഖ്തുലന്നക ഖാല ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. ആദമിൻ്റെ 2 മക്കളുടെ കഥ യഥാവിധം പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആദമിൻ്റെ 2 മക്കളിൽ ഒരാൾ, 2 പേരും കുർബാന അള്ളാഹ്ക്ക് ബലി സമർപ്പിച്ചു. ഒരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചു, അവരൻ്റേത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചില്ല. ഒരാളുടെ ബലി സ്വീകരിച്ചു, അവരൻ്റേത് അള്ളാഹു സ്വീകരിച്ചില്ല. അപ്പോൾ സ്വീകരിക്കപ്പെടാത്തവൻ, ചരിത്രത്തിൽ അവനുള്ള പേര് ഖാബീൽ, സ്വീകരിച്ചവനോട് അവൻ്റെ പേര് ഹാബീൽ. പറയാനില്ല അഖ്തുലക്, ഞാൻ നിന്നെ കൊല്ലും. സ്വന്തം സഹോദരനോട് പറയാണ്, നിന്നെ ഞാൻ വധിക്കും.
അപ്പം അവൻ പറയാണ്, തന്നെ വധിക്കുമെന്ന് പറഞ്ഞവനോട് അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക. ലഇൻ ബസത്ത യദക ഇലയ്യ ലിതഖ്തുലനി മാ അന ബിബാസിതു യദിയ ഇലൈക ലിഅഖ്തുലക്. നീ എന്നെ കൊല്ലാൻ കൈ നീട്ടിയാലും നിന്നെ കൊല്ലാൻ ഞാൻ എൻ്റെ കൈ നീട്ടുകയില്ല എന്ന് പറഞ്ഞ് പ്രതികരിക്കണം. എനിക്ക് അള്ളാഹുവിനെ ഭയമുണ്ട്. നീ എന്നെ കൊന്നാൽ എൻ്റെ പാപഭാരം നിൻ്റെ പാപഭാരം പേറിയിട്ട് നീ മടങ്ങേണ്ടി വരുമെന്നൊക്കെ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഹാബീൽ ഹാബീലിനെ വധിക്കേണ്ടായി. ആ സംഭവം നമ്മൾ വിശുദ്ധ ഖുർആനിൽ വിശദമായിട്ട് വായിക്കുന്നു, സൂറത്തുൽ മാഇദയിൽ. ഈ സംഭവം കൊടുത്ത ഉടനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ എന്ന് തുടങ്ങുന്ന ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിയർക്ക് വിശിഷ്യ വിധി നൽകി. അന്യായമായിട്ടൊരു മനുഷ്യവധം നടത്തിയിട്ടുണ്ട് എങ്കിൽ ലോകരെ മുഴുവൻ കൊന്നതിന് തുല്യമാണ്. ഒരാൾക്കൊരു ജീവൻ ഏകിയിട്ടുണ്ട് എങ്കിൽ ലോകരെ മുഴുവൻ ജീവൻ നൽകി സഹായിച്ചതിന്, സജീവമാക്കിയതിന് തുല്യമാണ് എന്ന ആശയത്തിൽ ആയത്തെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പും സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷവും നടന്ന രണ്ട് സംഭവങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉണർത്തി. അതിൽ എന്താ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്? ആ രണ്ട് സംഭവങ്ങളിലും അതിൽ പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒരു പാഠം, മനുഷ്യരക്തം ചിന്താൻ പാടില്ല. മനുഷ്യരക്തത്തിന് ഇസ്ലാമിലുള്ള വിലയാണ്. അത് പവിത്രമാണ്, പാവനമാണ്. അത് ചിന്തിയിട്ടുണ്ട് എങ്കിൽ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ലാ യസാലുൽ മുസ്ലിമു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനി മാ ലം യുസിബ് ദമൻ ഹറാമ. അള്ളാഹു പവിത്രത കൽപ്പിച്ച രക്തം അത് ചിന്താത്ത കാലമത്രയും ഒരാൾ ഇസ്ലാമിക വൃത്തത്തിലാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരക്തം ചിന്തിയിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അയാൾ പുറത്തു പോകും എന്നുള്ള മുന്നറിയിപ്പാണ്. സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ഫത്വ ചോദിക്കുകയാണ്, ഞാൻ ഒരാളെ കൊല്ലുകയാണ്, എനിക്ക് തൗബ ഉണ്ടാവുമോ എന്ന്. ഞാൻ ഒരാളെ വധിച്ചാൽ എനിക്ക് തൗബ ഉണ്ടാവുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്നാലോ തൗബ ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ. എവിടുന്നാണ് അവന് തൗബ? അവൻ നിത്യനിവാസിയായി നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞ് അയാളോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പ്രതികരിക്കേണ്ടായി. ഇതൊക്കെ ഇസ്ലാം ദീൻ മനുഷ്യരക്തത്തിന് കൽപ്പിച്ച പാവനത്വവും പവിത്രതയുമാണ്. ആ രക്തമാണ് ഇന്ന് പല മുസ്ലിം നാമധാരികളും ആരാൽ പ്രേരിതമായാലും ചിന്തിക്കൊണ്ടിരിക്കുന്നത്. ആ രക്തത്തിനാണ് ഒരു വിലയും കൽപ്പിക്കാതെ ഞങ്ങൾ രക്തം പാനീയമായി സ്വീകരിക്കുന്നവരാണ്, മനുഷ്യരുടെ കുടൽമാലകൾ ഞങ്ങൾക്ക് കൂട്ടിനുണ്ട് എന്ന് ഈ IS-ൻ്റെ ആളുകൾ, നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. മനുഷ്യരക്തം അതിൻ്റെ വിഷയത്തിലായിരിക്കും പരലോക കോടതിയിൽ പ്രധാനപ്പെട്ട ഖിസാസ്. അള്ളാഹിൻ്റെ കോടതിയിൽ മനുഷ്യരക്തം ചിന്തിയവർ, തൊട്ടവർ, അവർക്ക് പെട്ടെന്ന് രക്ഷ ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഘാതകനും വധിക്കപ്പെട്ടവനും അള്ളാഹിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. എന്നിട്ട് തല പോയവൻ തൻ്റെ തല കയ്യിൽ പിടിക്കും. ഉടലുമ്മ തല ഉണ്ടാവില്ല. അയാൾ രക്തം വാർന്നൊലിക്കുന്ന രീതിയിൽ തൻ്റെ തല കയ്യിൽ പിടിക്കും. എന്നിട്ട് മറുകൈയിൽ തന്നെ കൊന്നവനെ പിടിക്കും. എന്നിട്ട് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ഈ വധിച്ചവനെ, ഘാതകനെ അള്ളാഹുവിലേക്ക് ഉന്തിത്തള്ളിക്കൊണ്ട് വധിക്കപ്പെട്ടവന് വരും എന്നാണ്. നമുക്കറിയാം, ദുനിയാവിലെ മാനദണ്ഡമല്ല പരലോകത്ത്. ദുനിയാവിൽ നമ്മൾ വായുകൊണ്ട് നാവുകൊണ്ടാണ് സംസാരിക്കുക. പരലോകത്ത് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും എന്നാണ്. വായക്ക് അല്ലാഹു സീല് വെക്കും, കൈകാലുകൾ സംസാരിക്കും, തൊലികൾ സംസാരിക്കും. അതാണ് പരലോകത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ തലല്ലാതെ എങ്ങനെ സംസാരിക്കാമെന്ന് ചോദിക്കേണ്ട ഈ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റിൻ്റെ ആളുകൾ, അഖ്ലാനികൾ, പരലോകത്ത് അങ്ങനെ ഉണ്ട്. കൊല്ലപ്പെട്ടവൻ തല കയ്യിൽ പിടിക്കും, തൻ്റെ തല അതിൽ രക്തമൊലിക്കുന്നുണ്ടാവും.
അള്ളാൻ്റെ കോടതിയിലേക്ക് തന്നെ കൊന്നവനെ തള്ളി അർഷിലേക്ക് അടുപ്പിച്ച് കൊണ്ടു നിർത്തിയിട്ട് കൊല ചെയ്യപ്പെട്ടവൻ അള്ളാഹിനോട് പറയുമെന്നാണ്, യാ റബ്ബ് ഇസ് അൽ ഹാദ ലിമ ഖതലനി, റബ്ബേ ഇവനോട് ചോദിക്ക് ഇവൻ എന്തിനാണ് എന്നെ കൊന്നതെന്ന്, ഇവൻ എന്തിനാണ് എന്നെ കൊന്നതെന്ന് ഇവനോട് ചോദിക്ക് എന്ന് കൊല ചെയ്യപ്പെട്ടവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുന്നതാണ് അവനെ വിചാരണ നടത്താൻ. മനുഷ്യരക്തത്തിൻ്റെ പവിത്രത അത് യഥാവിധം കാത്തു സൂക്ഷിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മുന്നറിയിപ്പുകളിൽപ്പെട്ടതാണിത്. അതുകൊണ്ട് ഇങ്ങനെ പവിത്രത കൽപ്പിക്കപ്പെട്ടതായ മനുഷ്യരുടെ രക്തം അതാണ് ഇത്തരം ആളുകൾ ചിന്തുന്നത്, ലാഘവത്തിൽ ചിന്തുന്നത്. അത് വിശ്വാസികൾക്കേറെ വിശിഷ്ടമായ ഈ ഭൂഖണ്ഡത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ആദരിച്ച ഹറം ഷരീഫിൽ, മദീന ഹറമിൽ വരെ ചിന്തപ്പെടുക എന്ന് പറഞ്ഞാൽ നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. എവിടെ എത്തി ഇത്തരം ആളുകളുടെ തലച്ചോറ്? ഹറമുകളിൽ കാവൽ നിൽക്കുന്ന ഹാജിമാർക്കും സിയാറത്ത് നിർവഹിക്കുന്നവർക്കും സേവനം ചെയ്യുന്ന ആളുകളെ വരെ ഹീനമായി വധിച്ച് ചിന്തുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു ഭ്രാന്തൻ വിഭാഗം പരിണമിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇവർ ആരുടെ അനുയായികളാണ്? ഇവർ ആരെ അനന്തരമെടുത്തവരാണ്? ഇങ്ങനെ ഒരു ടീം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ചരിത്രത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ ഇങ്ങനെ ഒരു വിഭാഗം വരുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനുഷ്യരക്തത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ജഹിൽ, വിവരക്കേട് മേൽവിലാസമായുള്ള ചെറുപ്രായക്കാരുടെ ഒരു ടീം ഇവിടെ പിറക്കൊള്ളും. പക്ഷേ അവർ ഇസ്ലാമിൻ്റെ വേഷഭൂഷാദികളിലാണെങ്കിലും അവരുടെ നിസ്കാരവും നോമ്പുമൊക്കെ യഥാർത്ഥ വിശ്വാസികളെ തോൽപ്പിക്കും വിധം ഉപരിപ്ലവമായിട്ട് കേമമാണെങ്കിലും യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ, വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് പുറത്തു ചാടുന്നത് പോലെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖവാരിജ് എന്ന് പറയുന്ന വിഭാഗം. ആ ഖവാരിജുകളാണ് ഈ വിഭാഗം. പണ്ഡിതന്മാർ, പ്രാമാണികർ ഈ ISIS കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് പറഞ്ഞ ഖവാരിജിൻ്റെ ലക്ഷണങ്ങളൊത്ത വിഭാഗമാണ് ഈ വിഭാഗം എന്ന് പറഞ്ഞ അവരുടെ വിഷയത്തിൽ എല്ലാവർക്കും താക്കീത് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് അവരെ കരുതണം, സൂക്ഷിക്കണം, അവരോട് അടുക്കരുത്. അവരുടെ വിഷയത്തിൽ മുന്നറിയിപ്പാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞത്, ഈ ഒരു ഖവാരിജ് ഇവിടെ പിറക്കൊണ്ടാൽ ഞാൻ അവരെ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ആദുഗോത്രം നശിപ്പിക്കപ്പെട്ടതുപോലെ. ആദുഗോത്രം എങ്ങനെ നശിപ്പിക്കപ്പെട്ടത്? ചില റിപ്പോർട്ടുകളിൽ സമൂദ് ഗോത്രം നശിപ്പിക്കപ്പെട്ടതുപോലെ അവരെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. എന്താ ആദും സമൂദും നശിപ്പിക്കപ്പെട്ടത് എങ്ങനെ? അവർ വേരറുക്കുകയാണ് ചെയ്തത്. ഒരാളും ശേഷിക്കാത്ത വിധം അവർ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അവരെ നശിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരെ കണ്ടെത്തുന്നവരെ വധിക്കാൻ പറഞ്ഞു. അവരെ വധിക്കുന്നവർക്ക് അന്ത്യനാളിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖവാരിജിൻ്റെ വിഷയത്തിൽ അതേ ഖവാരിജിൻ്റെ ലക്ഷണം പേറി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ISIS. അത് പ്രാമാണികർ അവരുടെ ഫത്വകളിൽ, പണ്ഡിതന്മാർ അവരുടെ വിശദീകരണങ്ങളിലൂടെ ലോകത്ത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രോഗം, ഈ ഒരു മഹാവിപത്ത് ഏറെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു അപകടമാണ്. അവരുടെ തീവ്ര ചിന്തകൾ ഒരിക്കലും അതിൽ സ്വാധീനിക്കപ്പെടാൻ പാടുള്ളതല്ല. അവർ വളർത്തുന്നതായ ഇത്തരം നാടിനോടുള്ള വിരക്തി. അതേപോലെ തന്നെ ചിലർ ഹിജറിനെ കുറിച്ച് പറയില്ലേ, സ്വന്തം നാട് അത് കുഫ്റാണ്, താഗൂത്താണ്. താഗൂത്തും കുഫറും ഭരിക്കുന്നിടത്ത് മുസൽമാൻ്റെ ഇസ്ലാം ജലരേഖയാണ് എന്നൊക്കെ പറയണില്ലേ. അതൊക്കെ തീവ്ര ചിന്തകളാണ്. ഇസ്ലാമിന് അന്യാണ്. മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാം പഠിക്കാൻ, പ്രാവർത്തികമാക്കാൻ, പ്രചരിപ്പിക്കാൻ ഒരു തടസ്സവുമില്ലാത്ത നാടിനെ ശത്രുനാടായിട്ട് കാണുക. ആ നാട്ടിലുള്ള അനുഗ്രഹങ്ങളെ മുഴുവൻ കണ്ടില്ലെന്ന് നടിക്കുക. അവിടെയുള്ള വ്യവസ്ഥിതിയുടെ
പ്രത്യേകതകൾ, അതിൽ മുസ്ലിമീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നതായ സംരക്ഷണം, ഇതൊക്കെയും നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ്. ഈ നാടിനെക്കുറിച്ച് വരെ വിരക്തി ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ, വിശിഷ്യ മതപ്രബോധന രംഗത്ത് അനുഭവിക്കുന്നതായ സ്വാതന്ത്ര്യത്തിൽ അവർ ആശ്ചര്യം കൂറിപ്പോകാറുണ്ട്. നിങ്ങൾ എത്ര അനുഗ്രഹീതരാണ് എന്ന് പറയാറുണ്ട് വിദേശികളായ ആളുകൾ പോലും. എന്താ, നമ്മളുടെ നാട്ടിൽ ചില മുസ്ലിം വേഷധാരികളുണ്ടല്ലോ, ഈ താമരക്കുളത്തിലെ തവളകളെ പോലെയാണ്. താമര വിരിഞ്ഞു നിൽക്കും. വിദേശിയായി പാറി വരുന്ന പൂമ്പാറ്റകൾക്കും വണ്ടുകൾക്കൊക്കെ അതിൽ തേനും ഒക്കെ നുകരാൻ പറ്റും. പക്ഷെ ഈ താമരയുടെ ചോട്ടിൽ കുറേ തവളകൾ ഉണ്ടായിരിക്കും. ആ തവളകൾക്ക് പോക്രോം എന്ന് പറയാനല്ലാതെ ഈ താമരയിലെ തേൻ നുകരാൻ അവർക്ക് അവസരം ഉണ്ടാകാറില്ല. ഭാഗ്യമല്ല. ഇതേപോലെയാണ് ചിലർ നമ്മുടെയൊക്കെ നാട്ടിലുള്ളത്. ഒരു മനുഷ്യന് സ്വാർത്ഥമായതും മനസ്സിന് ഹൃദ്യമായതാണ് അയാളുടെ നാട്, ആ നാടിനോടുള്ള കൂറ്. അത് മതപരാണ്. അള്ളാഹു മനുഷ്യരുടെ പ്രകൃതിയിലൂട്ടിയ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രബോധനം നടത്തിയ 13 വർഷ കാലഘട്ടത്തിൽ മക്കയുടെ അവസ്ഥ എന്താ? വിശ്വാസപരമായി സാമൂഹികമായി ഒക്കെ മക്കയുടെ അവസ്ഥ എന്താ? തീർത്തും ഖനാന്തകാരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെട്ട ആ ദിവസം എന്താ മക്കയുടെ അവസ്ഥ? ജബലുൻ നൂറിൻ്റെ മുകളിൽ നിന്ന്, ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ലഭിച്ച്, അങ്ങനെ വഹി ലഭിച്ച ആ ആദ്യാനുഭവം, ഇഖ്റ ബിസ്മി സൂറയുടെ 5 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബലുൻ നൂർ ഇറങ്ങി വന്ന സന്ദർഭത്തിൽ വിറവുണ്ട്, പനി പിടിച്ച് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വന്ന്, ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ച് വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി, വറക്കയുടെ അടുക്കൽ കൊണ്ടുപോയി. അങ്ങനെ വറഖത്ത് ബിൻ നൗഫലിനോട് ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങൾ മുഹമ്മദ് പറയുന്നതൊന്ന് കേൾക്കണം. ചില അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ആകെ ഭയന്നു. ഖദീജനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയില്ലേ, ഞാൻ മരിച്ചു പോകുമെന്ന് പേടിച്ചു. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പ്രത്യേകം വറഖയോട് പറയാണ്, നിങ്ങൾ കേൾക്കുകയും എന്താണ് പറയണത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ജബലുൻ നൂറിൽ ഹിറാ ഗുഹയിലുണ്ടായ അനുഭവങ്ങൾ. അതൊക്കെ കേട്ട വറഖത്ത് ബിൻ നൗഫൽ, അദ്ദേഹം ഒരു സത്യാന്വേഷിയായിരുന്നു, ക്രിസ്തുമതം സ്വീകരിച്ചു. അന്ന് ക്രിസ്തുമതമാണല്ലോ ഉള്ളത് എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തെക്കുറിച്ച്. അങ്ങനെ ഇതൊക്കെ കേട്ടതിന് ശേഷം വറക്ക നബിയോട് പറയാണ്, മൂസായുടെ അടുക്കലേക്ക് വന്ന നാമൂസ് മലക്കാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. മുഹമ്മദ് നിങ്ങളുടെ ആദർശം പോലുള്ള ആദർശം കൊണ്ടുവന്നവരെല്ലാം അവരുടെ ജനതയാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ശത്രുത വെച്ച് പുലർത്തപ്പെട്ടിട്ടുണ്ട്. വറക്കയുടെ പ്രയോഗം എങ്ങനെയാണ്? ലതുകദ്ദബന്ന വലതുആദൻ വലതുഖ്റജന്ന. ഇതാണ് മുഹമ്മദ് നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തപ്പെടും, നിങ്ങൾ കളവാക്കപ്പെടും. വറക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നിങ്ങൾ കളവാക്കപ്പെടും, നിങ്ങൾക്ക് നേരെ ശത്രുത വെച്ച് പുലർത്തപ്പെടും. മക്കയിൽ മൂന്നാമത് പറഞ്ഞത് എന്താ? ലതുഖ്റജന്ന. മുഹമ്മദ് നിങ്ങൾ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടും, മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടും. കളവാക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ റസൂലൊന്നും പറഞ്ഞില്ല. ശത്രുത വെച്ച് പുലർത്തപ്പെടും എന്ന് പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ നിങ്ങൾ പുറത്താക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവ മുഖ്രിജിയഹും, മക്കയിൽ നിന്ന് ഈ മക്കക്കാർ എന്നെ പുറത്താക്കുക. അവിടെ റസൂലുള്ളാഹി പ്രതികരിച്ചു. പണ്ഡിതന്മാർ പറയാണ്, എന്തെയാ അതിവിടെ പ്രതികരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഹൃദ്യവും സ്വാർത്ഥവുമാണ് തൻ്റെ നാട്, താൻ വളർന്ന താൻ ജനിച്ച നാട്. പറയുമ്പോൾ അവിടുത്തെ അന്നത്തെ അവസ്ഥ എന്താ? കാബത്തിനകത്തും പുറത്തും തന്നെ എത്ര വിഗ്രഹങ്ങളാണ്. അവിടുത്തെ സാമൂഹിക അവസ്ഥ എന്താ? പെണ്ണിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ വായിക്കുമെന്ന മക്കയുടെ അവസ്ഥ എന്താ? അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അത് ഏറെ പ്രയാസത്തിൽ റസൂലുള്ളാഹി പറയാണ്, അവ മുഖ്രിജിയഹും, ഈ മക്കക്കാർ എന്നെ ഈ മക്കയിൽ നിന്ന് പുറത്താക്കുമോ? അപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, നിങ്ങൾ കൊണ്ടുവന്നതുപോലുള്ള ആദർശം കൊണ്ടുവന്നവരെല്ലാം അവരോട് ശത്രുത പുലർത്തപ്പെട്ടിട്ടുണ്ട്, അവർ കളവാക്കപ്പെട്ടിട്ടുണ്ട്, നാടുകളിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാണ്. അവിടെ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര പ്രയാസം ഉണ്ടായി താൻ തൻ്റെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണത്?
ഒരാൾക്ക് തനിക്ക് സ്വാർത്ഥമായതും തനിക്കേറെ ഇഷ്ടമായതും ഹൃദ്യമായതുമാണ് തൻ്റെ നാട് എന്നുള്ളതാണ്. ആ നാട് ഇനി എത്ര അന്ധതയിലും അരാജകത്വം തുളുമ്പുന്ന അവസ്ഥയിലാണെങ്കിലും ശരി, അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് എവിടെ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റൂല, എല്ലാവരും അങ്ങോട്ട് പോന്നോളിയും അങ്ങോട്ട് പോയിക്കോളിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തികഞ്ഞ അല്പത്വവും വിവരക്കേടാണ്. ഇതിൽ വേറെയും കുറേ ഉദാഹരണങ്ങൾ അതേപോലെ തന്നെ തെളിവുകളുടെ സാക്ഷ്യങ്ങൾ ഈ വിഷയത്തിൽ എടുത്തുദ്ധരിക്കാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കുറച്ച് സമയം നമുക്ക് ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളത് കൊണ്ട് നിർത്തുകയാണ്. ഇവിടെ വിഷയം ഈ തീവ്ര ചിന്തകൾ ഒരിക്കലും പരക്കാനോ പാടുള്ളതല്ല. അതിൽ നമുക്ക് തികഞ്ഞ മുന്നറിയിപ്പും അതേപോലെ തന്നെ തികഞ്ഞ അവബോധം ഉണ്ടായിരിക്കണം. ഇന്ന് ഇപ്പോൾ വാദി പ്രതിയാകുന്ന അവസ്ഥയാണ്. നിങ്ങൾക്കറിയാം, ഈ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തെ എതിർത്ത ഒരു വിഭാഗമാരാ സലഫികളാണ്. തീവ്രവാദ സംഘടനകളെ എതിർത്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് സലഫികളാണ്. ഇവിടെ എത്ര പേരുകളിൽ തീവ്രവാദ സംഘടനകൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പറഞ്ഞായാലും മതത്തിൻ്റെ പേരിൽ തീവ്രവാദ സംഘടനകൾ ഇവിടെ ഉണ്ടായി. ഈ നാടിനോട് ഒരു കൂറും പുലർത്താത്ത രീതിയിൽ തീവ്ര ചിന്തകൾ പറഞ്ഞ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാം ഇത്തരം നാടുകളിൽ ജലരേഖയാണെന്നും സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണെന്നൊക്കെ പറഞ്ഞ് തീവ്ര ചിന്തകൾ പറഞ്ഞ കുറേ ആളുകൾ, അത്തരം ആളുകളെയെല്ലാം എതിർത്ത് തീവ്രവാദത്തിനെതിരിൽ സംസാരിച്ചൊരു വിഭാഗം ആളുകൾ സലഫികളാണ്. അതൊരു ശത്രു പോലും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ആ സലഫികളെ ചൂണ്ടിയിട്ട് ഇന്ന് ഇവരാണ് തീവ്രവാദികൾ എന്ന് പറയാണ്. സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തിൻ്റെ ഒരു വേദിയിൽ ഞാനൊരു സംസാരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചിലർ തീവ്രവാദികളായെന്ന നിലയിൽ ചില വരികൾ അദ്ദേഹം പറയണ്ടായി. ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പാഞ്ഞ് നടന്ന് സ്വന്തമായും മറ്റുള്ളവരോടും വേദി പങ്കിട്ട് തീവ്രവാദ സംഘടനകളെ ഉന്മൂലനം ചെയ്യാനും അവർക്കെതിരിൽ മുന്നറിയിപ്പ് നൽകാനും പെടാപാട് പെട്ട ഒരു പ്രബോധകനാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം തീവ്രവാദത്തിൻ്റെ ആളായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വിരോധാഭാസം. എത്രയെത്ര സിമ്പോസിയങ്ങളും എത്രയെത്ര പ്രഭാഷണങ്ങളും തീവ്രവാദത്തിനെതിരിൽ സംഘടിപ്പിച്ച ഒരു വിഭാഗം ആളുകളാണ് ഇവിടുത്തെ സലഫി പ്രബോധകർ. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാർ, അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ തീവ്രവാദത്തിനെതിരിൽ ഈ പ്രത്യേകിച്ച് ഈ ISIS എന്ന് പറയുന്ന ഈ മഹാവിപത്തിനെതിരിൽ ഔദ്യോഗികമായിട്ട് ഫത്വ ഇറക്കുകയും ആ വിഷയത്തിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുകയും ചെയ്ത വിഭാഗം ആളുകളാണ്. എനിക്കറിയാം, എൻ്റെ അധ്യാപകൻ സൗദി അറേബ്യയിൽ ഈ IS അവരൊരു നേതാവിനെ തെരഞ്ഞെടുത്ത്, അബൂബക്കർ ബഗ്ദാദിയെ തെരഞ്ഞെടുത്തിട്ട് ഔദ്യോഗിക പ്രഭാഷണം നടത്തിയതിൻ്റെ ഉടനെ അദ്ദേഹം അപകടകാരിയാണെന്നും അദ്ദേഹത്തിൽ വഞ്ചിതരാകരുതെന്നും അദ്ദേഹം പറഞ്ഞതിലെ പാളിച്ചകൾ ഇന്നതാണെന്നും വിശദീകരിച്ചിട്ട് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയത് ഞങ്ങൾ നേരിട്ട് ഞങ്ങൾക്കറിയാൻ സാധിച്ച വസ്തുതയാണ്. അതിനപ്പുറം സൗദി അറേബ്യയിലെ ഫത്വ പണ്ഡിതന്മാരുടെ ഫത്വ ബോർഡ്, അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ അസീസ് ആലി ഷെയ്ഖ് ഹഫിളഹുള്ളയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക ഫത്വ, അതേപോലെ തന്നെ രചനകൾ ഈ വിഭാഗം ആളുകൾക്കെതിരിൽ ശക്തമായി, പള്ളി മെമ്പറുകൾ ശക്തമായി, പള്ളികളിലെ ക്ലാസുകൾ ശക്തമായി ഇവർക്കെതിരിൽ ഇത് മഹാവിപത്താണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പലരും അവിടെയുള്ള പണ്ഡിതന്മാരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്കും അദ്ദേഹത്തിൻ്റെ സലഫി ദഅവത്തിലേക്കും ഈ തീവ്രതയെ ചേർത്ത് വെച്ചത് എത്രമാത്രം വിരോധാഭാസമാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ രചനകൾക്ക് വിശദീകരണം നൽകിയവർ, അനുബന്ധം നൽകിയവർ, അതിനെ പ്രചരിപ്പിച്ചവർ, തർജ്ജമ ചെയ്ത് ഒരാളും ഇത്തരം തീവ്രവാദ സംഘടനകളിൽ ആളെയല്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ ISIS അവരുടെ സംഘടന ഉണ്ടാക്കി ഖലീഫയെ നിശ്ചയിച്ചിട്ട് ആ ബോർഡ് നോക്കൂ നിങ്ങൾ, അല്ലെങ്കിൽ ആ ടീമിനെ നോക്കൂ.
ഇത്തരം പണ്ഡിതന്മാരിൽ ഒരാൾ പോലും ഒരു മെമ്പർ ഇല്ലാതെ ആണ് ആ തീവ്രവാദ സംഘടന ഉള്ളത്. എന്നിട്ട് ഈ രക്തക്കൊതിയന്മാരുടെ ചെയ്തികളെ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബിലേക്കും അദ്ദേഹത്തിൻ്റെ സലഫി ദഅവത്തിലേക്കും ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാ അക്രമമാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു രത്നച്ചുരുക്കം ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തി എന്ന് മാത്രം. ഈ ഒരു മഹാവിപത്ത് ഏവരാലും എതിർക്കപ്പെടേണ്ട, മതത്തിനും മാനവികതക്കും ഒരു നിലക്കും പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ഒരുതരം തീവ്രതയും ഭീകരതയുമാണ് ഈ IS എന്ന് പറയുന്ന സംഘടന. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, താക്കീതുകൾ നമ്മളിൽ നിന്നുണ്ടാകണം. ആ ഒരു വിപത്തിൽ നിന്ന് നമ്മളെയെല്ലാം കാത്ത് സംരക്ഷിക്കണം എന്നാണ് ഉണർത്താനുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ തൗഫീഖേക്ക് നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരിക്കുവാനും വിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാനും നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും തുണയേകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി സ്വർഗ്ഗത്തിൽ ഒത്തൊരുമിക്കാൻ അള്ളാഹു നമ്മളെയെല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നല്ല മുറാദുകളെ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്ക് ഇഹത്തിലും പരത്തിലും കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകി അള്ളാഹു അവരെയും നമ്മയും ആദരിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗ്ഗം നൽകി അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله. السلام عليكم. അബ്ദുൽ നാസർ മീഞ്ചന്ത, ഖവാരിജുകൾ ജൂദായിസത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണോ? വർത്തമാന സാഹചര്യത്തിൽ ഖവാരിജുകളും ജൂതന്മാരും തമ്മിൽ സന്ധിയുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഖവാരിജ് എന്ന് പറയുന്ന ഇസ്ലാമിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്നതായി ഭീകര സംഘടന, അത് ജൂദായിസത്തിൻ്റെ സൃഷ്ടിയാണോ എന്നാണ് ചോദ്യം. അത് ജൂദായിസത്തിൻ്റെ സൃഷ്ടിയാണ്. അഥവാ ഇബ്നു സബ് എന്ന് പറയുന്ന യഹൂദൻ ഖുലഫാ റാഷിദുകളുടെ കാലത്ത്, ഉമർ റളിയല്ലാഹു തആലയുടെ കാലശേഷം ഇസ്ലാം യമനിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചെന്ന മാർഗേണ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് മുസ്ലിം നാടുകളിൽ അവൻ അലഞ്ഞു നടന്ന് ഇസ്ലാമിക വിശ്വാസങ്ങൾക്കും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഖലീഫക്കും എതിരിൽ പല മുസ്ലിം നാമധാരികളെയും പ്രലോഭിപ്പിച്ച് അവൻ സംഘടിപ്പിക്കുകയാണ് ചെയ്തത്, ഈ അബ്ദുല്ലാഹി ഇബ്നു സബ്. ആ നിലക്ക് ഖവാരിജ് അത് ജൂത സൃഷ്ടിയാണ്. ഖവാരിജുകൾ അത് ജൂത തലച്ചോറ് തന്നെയാണ്. അവനാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ഈ ഖവാരിജുകളെ ഒരുമിച്ച് കൂട്ടിയത്. ഖവാരിജുകൾ വലിയ ആൾബലമായിട്ട് ഒരു സംഘടനയായി അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ അലി റളിയല്ലാഹുവിനെതിരിൽ, ഉസ്മാനെ വധിച്ചതിന് ശേഷം അലി റളിയല്ലാഹുവിനെ എതിരിൽ അവർ സംഘടിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംവാദം നടത്താൻ വേണ്ടി ചെന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ അൻസാരികളുടെയും മുഹാജിറുകളുടെയും ഇടയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകൻ അലിയാരുടെ അടുക്കൽ നിന്ന് ഞാൻ വരികയാണ്. സഹാബികളുടെ കൂട്ടത്തിൽ ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല എന്ന് ഇബ്നു അബ്ബാസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് പറയുന്നുണ്ട്. അവരാരാ? അവർ ഈ ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദൻ രൂപകൽപ്പന നടത്തി ചിന്തയിൽ പല അനിസ്ലാമിക പ്രേരണകളും എടുത്തിട്ട് സംഘടിപ്പിച്ച ഒരു വിഭാഗം ആളുകളാണ്. അത് ചരിത്രത്തിൻ്റെ ഇന്നലയിൽ. വർത്തമാന യുഗത്തിൽ ഇന്ന് IS ആരുടെ സൃഷ്ടി എന്നുള്ളത് പഠന വിധേയമാക്കി പലരും പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്.
മനസ്സിലായില്ലേ? IS എത്ര മുസ്ലിം നാടുകളെ ആക്രമിച്ചു? IS എത്ര വിദേശ നാടുകളെ ആക്രമിച്ചു? IS വിളിച്ചാൽ വിളി കേൾക്കുന്ന നാടാണ് ഇസ്രയേൽ. അവിടെ ജൂതന്മാർ സുരക്ഷിതരാണ് ISന്റെ അയൽപ്പക്കണ്ടായിട്ടും. പക്ഷവായന നടത്തുന്നവർക്ക് പലതും വായിക്കാനും പഠിക്കാനും ഉണ്ട്. ഏതായാലും ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ടുള്ളതായി ഈ ഒരു വിഭാഗം അവർ ചെയ്യുന്നത് ഇസ്ലാമികമല്ല, അവരും ഇസ്ലാമുമായിട്ട് ബന്ധം ഉപരിപ്ലവമായ ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. അല്ലാഹു തആല ആലം. സഹോദരി ചോദ്യം തന്നത് മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കാൻ പറ്റുമെന്നാണ്. മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് റവാത്തിബ് സുന്നത്തില്ല. റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താല്പര്യപൂർവ്വം നിത്യമാക്കിയ റവാത്തിബ് സുന്നത്തുകളാണ്. അത് 10 റക്അത്ത് അല്ലെങ്കിൽ 12 റക്അത്ത്. സുബൈക്ക് മുമ്പ് 2, ദുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിക്ക് ശേഷം 2, ഇശയ്ക്ക് ശേഷം 2. ഇതാണ് റവാത്തിബ് സുന്നത്തുകൾ. അങ്ങനെ ആ പ്രാധാന്യത്തിൽ നിസ്കരിക്കേണ്ട നിസ്കാരം മഗ്രിബിക്ക് മുമ്പില്ല. പക്ഷേ മഗ്രിബിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ ബൈനൽ അദാനൈനി സലാ, ബാങ്കിനും ഇക്കാമത്തിനും ഇടയിൽ നിസ്കാരമുണ്ട്, 2 റക്അത്ത് നിസ്കാരം. അത് മഗ്രിബിക്ക് മുമ്പ് നിസ്കരിക്കാം. അത് റവാത്തിബ് സുന്നത്തല്ല. മഗ്രിബ് ബാങ്കിന് മുമ്പ് തഹിയ്യത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുമോ? മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തഹിയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. നിസ്കാരം നിഷിദ്ധമാക്കപ്പെട്ട ടൈമാണ് അസ്തമയ സമയം. സൂര്യൻ മധ്യത്തിലാകുന്ന സമയം, സൂര്യൻ ഉദിക്കുന്ന സമയം. ആ സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല. പക്ഷേ കാരണമുള്ള നമസ്കാരങ്ങൾ നിസ്കരിക്കാൻ പറ്റുമോ? ചില ഫുഖഹാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കാരണമുള്ള നിസ്കാരം നിസ്കരിക്കുക. അതിൽ പെട്ടതാണ് ഗ്രഹണ നമസ്കാരം, അതേപോലെ തഹിയ്യത്ത് നിസ്കാരം. പ്രത്യേകിച്ച് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ആ അഭിപ്രായക്കാരാണ്. അപ്പോൾ തഹിയ്യത്ത് നിസ്കാരമൊക്കെ കാരണമുള്ള നിസ്കാരം ആയതുകൊണ്ട് അതൊക്കെ നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള പ്രത്യേകിച്ച് ഹംബലി ഫുഖഹാക്കളൊക്കെ അത്തരം നിസ്കാരങ്ങൾ പോലും ഈ നിഷിദ്ധമായ സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ മഗ്രിബ് ബാങ്കിന് തൊട്ട് മുമ്പുള്ള സമയമാണ് എങ്കിൽ തഹിയ്യത്ത് നിസ്കരിക്കാതിരിക്കലാണ് സൂക്ഷ്മത. അല്പം വെയിറ്റ് ചെയ്യുക, ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയം അസ്തമയ വേളയാണ്. അത് അഗ്നി ആരാധകരുടെ സൂര്യദേവൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രണമിക്കണൊക്കെ ടൈമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദേവനില്ല. പക്ഷേ എങ്കിലും അവരുടെ ആ നിസ്കാര സമയം പ്രാർത്ഥനാ സമയമാണ്. അതുകൊണ്ട് അവരെ നമ്മൾ അനുകരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അസ്തമിക്കുന്ന സമയം, ഉദിക്കുന്ന സമയം, സൂര്യൻ മധ്യത്തിലാകുന്ന സമയം, അത് കുറച്ച് ടൈമാണല്ലോ. ആ ടൈമുകളിൽ നമ്മൾ നിസ്കാരം ഒന്ന് കരുതുക, അതിനുശേഷം നിസ്കരിക്കുക. അതാണ് സൂക്ഷ്മത. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബുഖാരിയുടെ കിതാബുൽ ഫിത്തൻ എന്ന് പറഞ്ഞ ഒരു ഹദീസിൽ അബൂ സഈദ് ഖുദരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ആട് മേക്കൽ ഹദീസ് ഉണ്ട്, വാട്സാപ്പിൽ ചർച്ച ഉള്ളതാണ്. അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? എന്താണ് ഹദീസ് പറഞ്ഞാൽ? അബൂ സഈദ് ഖുദരി നിവേദനം, അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞു, കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മുസ്ലിം തന്റെ മതവിശ്വാസവുമായി പർവ്വതങ്ങളുടെ ശിഖരങ്ങളിലോ മഴവെള്ളം ധാരാളം ലഭിക്കുന്ന സ്ഥലങ്ങളിലോ തൻ്റെ ആടുകളുമായി പോകുന്ന കാലം വരും. ആ കാലത്ത് അതായിരിക്കും അവന്റെ നല്ല സമ്പത്ത്. ബുഖാരി കിതാബുൽ ഈമാൻ കിതാബുൽ ഫിത്തൻ. മനസ്സിലായില്ലേ? അപ്പം അതിൽ ഉത്തരവുണ്ട്. അങ്ങനത്തെ ഒരു കാലം വരുമ്പോൾ അതായിരിക്കും ഉത്തമം എന്നാണ്. അങ്ങനത്തെ ഒരു കാലം ആണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊക്കെ പോയിട്ട് വിശ്വസ്കരിച്ച് വന്ന് അൽഹംദുലില്ലാ. ഇവിടെ നമ്മളിത് ഇസ്ലാമിക പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ച് നമ്മൾ ഇതിലേക്കൊക്കെ നടന്നു വന്ന് നമ്മളൊക്കെ ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിക വേഷത്തിൽ അവരും നിർഭയരായിട്ട് ഇവിടെ വന്ന് ഒരു പ്രശ്നമല്ല. ആർക്കും ഇവിടുന്ന് മലൻ്റെ മുകളിൽ കൊളിച്ചോടേണ്ട ഒരു നിമിഷം പോലും ഇല്ല. മനസ്സിലായി? വലിയ നിഅമത്തിലും അനുഗ്രഹത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഞാനത് വായിക്കാൻ പറഞ്ഞത് ബോധപൂർവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ മേച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ മേച്ചത് എപ്പോഴാണ്? കുട്ടിയായിരിക്കുമ്പോഴാണ്. നുബുവത്തിൻ്റെ ഒക്കെ മുമ്പ് കുട്ടിയായിരിക്കുമ്പോൾ. മക്കം ഫതഹിൻ്റെ സമയത്ത് സഹാബികളൊക്കെ മദീനത്ത് നിന്ന് മക്കത്തേക്ക് വരികയാണല്ലോ. അപ്പോൾ സഹാബികൾ ചില വൃക്ഷങ്ങളുടെ ഈ കായ്കൾ എടുത്ത് തിന്നാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ള പറയണം, ആ പച്ചക്കായ് തിന്നണ്ട, കറുത്ത കായ് തിന്നാൻ പറയണം. അന്നാണ് മൂത്ത് പഴുത്തതാണ്, അത് തിന്നോളി. അപ്പോൾ റസൂലുള്ള ഇങ്ങനെ തിട്ടം പറയണത് കണ്ട് അപ്പോൾ സഹാബികൾ ചോദിക്കാൻ, റസൂൽ നിങ്ങൾ ഈ കായ തിന്നണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ ഖുറൈശികൾക്ക് ഞാൻ കുട്ടി പ്രായത്തിൽ ആടുകളെ മേച്ചിട്ടുണ്ട്, നാണയം പൈസ ഇട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആടിനെ മേച്ചിരുന്ന സമയത്ത് ഞങ്ങളിത് പറിച്ച് തിന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മധുരമുള്ളത് എന്നുള്ളതിൻ്റെ അനുഭവമാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്രായത്തിൽ ആടിനെ മേച്ചിട്ടുണ്ട്. എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും.
മനസ്സിലായോ? അത് വിചാരിച്ചിട്ട് റസൂലുള്ളാഹി നുബുവത്ത് കിട്ടിയതിന് ശേഷം ആടിനെ മേച്ച് നടന്നിട്ടുണ്ടോ? സഹാബികൾ ആടിനെ മേച്ച് നടന്നിട്ടുണ്ടോ? ഇവിടെ സഹാബികൾ ഇവിടെ ജീവിച്ച നാളിൽ ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലശേഷം കഴിഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ വലിയ കുഴപ്പങ്ങൾ തലപൊക്കി. അലി റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ അതിലേറെ വലിയ കുഴപ്പങ്ങൾ തലപൊക്കി. ആരും ഫിത്നയെ ഉന്മൂലനം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും പണിയെടുക്കുക എന്നുള്ളതല്ലാതെ ആടിനേറ്റ് മലയ്ക്ക് പോയിട്ടില്ല. അന്ന് ഭയങ്കര ഫിത്നയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല മസ്ജിദ് നബവിയുടെ ഓരത്ത് വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സഹാബികളെല്ലാവരും പകച്ചു നിൽക്കുകയാണ്. ഈ തീവ്രവാദികൾ, അവരുടെ എണ്ണം 6000 അല്ലെങ്കിൽ 4000, ചുരുങ്ങിയത് 2000 മദീനയിൽ വിളയണ സമയം. പിന്നെ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൽ അദ്ദേഹം വധിക്കപ്പെട്ടു. അതിനു മുമ്പ് ജമൽ സിഫീൻ യുദ്ധങ്ങൾ നടന്നു. വലിയ ഫിത്നകളല്ലേ. ആയിഷ റളിയല്ലാഹു തആല ആടിനെ മേക്കാൻ പോവുക ചെയ്തത് അല്ല. പിന്നെയോ ഇറാഖിൽ ചെന്നിട്ട് 2 കക്ഷികളായി തിരിഞ്ഞ തൻ്റെ മക്കളെ ഐക്യത്തിലാക്കാൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു തആല പോവുക ചെയ്തത്. ആടിനെ മേക്കാൻ പോവുകയല്ല ചെയ്തത്. പിന്നെ ഫിത്നക്കാരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവരെ നന്നാക്കാൻ പോവുക ചെയ്തത്. മുആവിയ റളിയല്ലാഹു ചെയ്തത് അതാണ്, അംർ ഇബ്നു ആസ് ചെയ്തത് അതാണ്, അലി ചെയ്തത് അതാണ്. അല്ലാതെ എല്ലാവരും ആടിനെ മേക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ആര് സുൽഹുണ്ടാക്കും? മുസ്ലിമീങ്ങളോട് ഇടകലർന്ന് ജീവിക്കുകയും അവരുടെ ഉപദ്രവങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന മുസ്ലിമാണ് ശ്രേഷ്ഠനായ മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിനുള്ള അവസരങ്ങൾ ഇവിടെ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദക്കയുടെ ബാബ് വിശദീകരിച്ചു, ദാനധർമ്മത്തിൻ്റെ ബാബ് വിശദീകരിച്ചു. അപ്പം എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതൊക്കെ സദക്കയാണ്. വഴിയിലെ ഉപദ്രവങ്ങൾ നീക്കൽ സദക്കയാണ്. ആളുകൾ ഭാരം പേർന്നെങ്കിൽ അവരുടെ ഭാരം താങ്ങൽ സദക്കയാണ്. വഴി അറിയാത്തവർക്ക് വഴി കാണിച്ചു കൊടുക്കൽ സദക്കയാണ്. സഹോദരൻ്റെ ബക്കറ്റിലേക്ക് വെള്ളം പകർന്നു കൊടുക്കൽ സദക്കയാണ്. ഈ സദക്കൊക്കെ ഒരു മുസ്ലിമിന് കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ മലയിൽ പോയിട്ട് ആടിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുക. കുഴപ്പം മൂത്ത് ഫിത്നകൾ രൂക്ഷമാകുന്ന സമയത്ത് ഫിത്നകളിൽ നിന്ന് തടി സലാമത്താക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഫിത്നയിൽ ആളാകാൻ പാടില്ല എന്നതിന് റസൂലുള്ളാഹി ഉണർത്തിയ കാര്യം, അതിത്തരം സന്ദർഭങ്ങളിൽ ആളുകളെ പറഞ്ഞിട്ട് ആളുകളെ പൊതു സാമൂഹിക ശ്രേണിയിൽ നിന്ന് പിറകോട്ട് വലിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു പരീക്ഷണമാണത്. ഒരു ഹദീസ് മാത്രമേ ഉള്ളൂ ബുഖാരിയിൽ. ഇതൊക്കെ ഹദീസുകളല്ലേ? ജനങ്ങളോട് ഇടപഴകി ജീവിച്ച് അവരുടെ ഉപദ്രവങ്ങളിൽ ക്ഷമിക്കുന്ന മുസ്ലിമാണ് ശ്രേഷ്ഠ മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് മനസ്സിലാക്കുക. സഹാബികൾ, എത്ര സഹാബികളുണ്ട്? അവരിൽ എത്ര പേരായിരുന്നു ആടുമേക്കുന്നവർ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആടിനെ മേച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയൻ എന്ന സ്ഥാനപ്പേര് കൂടി അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതിങ്ങനെ അദ്ദേഹത്തിന് സാമൂഹ്യ ശ്രേണിയിൽ ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം സഹകരിച്ചിട്ടില്ല, സഹവസിച്ചിട്ടില്ല, മസ്ജിദ് നബവിയിൽ പങ്കാളികളായിട്ടില്ല. അദ്ദേഹം ബദറിൽ പങ്കെടുത്തില്ലേ? ഉഹുദിൽ പങ്കെടുത്തില്ലേ? ആടിനായിട്ട് കാട്ടിൽ പോയിട്ട് കാലാകാലം കഴിയിനി. അപ്പോൾ എങ്ങനെയാണ് ഈ ഇത്തരം തിരുമൊഴികളെ ഈ രീതിയിൽ ശുഷ്കമായ പക്ഷവായന നടത്തുന്നത് ഈ ഒരു വിഭാഗം ആളുകൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. IS ഭീകരതയ്ക്കെതിരെ നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് ഒരു മുസ്ലിം എങ്ങനെ പ്രതികരിക്കണം എന്നാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഇപ്പം നമ്മൾ ISനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ അവർ ഖവാരിജുകളാണ് എന്ന വിധി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഖവാരിജുകളെ എവിടെ കണ്ടാലും കൊല്ലാൻ. മനസ്സിലായി? കൊല്ലേണ്ടതും ആയുധം എടുക്കേണ്ടതും ആരാ? അത് നിയമവ്യവസ്ഥിതിയും നിയമപാലകരാണ്. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്നുള്ളൊരു നിയമം ഇസ്ലാമിലില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവർക്കെതിരിൽ ആളുകളെ ബോധവൽക്കരിക്കുക. ഇവർ മഹാവിപത്താണ്, ഇവരുടേത് ഇസ്ലാമികമല്ല എന്നുള്ളത് ആളുകളെ അറിയിക്കുക. പിന്നെ ഇത്തരം ചിന്തകളും വസ്വാസുകളും ആരെങ്കിലും സൃഷ്ടിക്കണമെങ്കിൽ നിയമപാലകരെയും ഔദ്യോഗിക സ്ഥാനങ്ങളെയും ഇവരെക്കുറിച്ച് അറിയിക്കുക. ഇവന്മാരെവിടെങ്കിലും പോയിട്ട് പൊട്ടുണീന് മുമ്പ് ഇവരെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് അറിയിക്കേണ്ട കേന്ദ്രങ്ങൾ അവരെ അറിയിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ശക്തമായ ബോധവൽക്കരണം. അൽഹംദുലില്ലാ നമ്മൾ സലഫികളുടെ കൂട്ടായ്മ അൽഹംദുലില്ലാ ഈ കേരളക്കരയിൽ എന്നും, ഇതിപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് എടുത്തിയാടുകയല്ല, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നതിനാൽ എടുത്തിയാടുകയല്ല. ഇത് നമ്മളുടെ തൊഴിലാണ്, നമ്മളുടെ ദൈവത്തിലൊരു വിഷയമാണ്. നമ്മൾ തീവ്രതയ്ക്കെതിരാണ് ഏത് കാലത്തും. അബ്ദുൽ നാസർ മഅദനിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് ആരാ? അദ്ദേഹത്തിന് തീവ്ര ചിന്ത ആളുകൾ
പിന്നെ ഒരു കാലത്ത് ഇവിടെ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ പറഞ്ഞതാരാ, എതിർത്തതാരാ, അതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടതാരാ? സലഫികളാണ്. മനസ്സിലായി? അപ്പോൾ അത് നമ്മുടെ ദൈവത്തിൽ ഏറെ ശ്രദ്ധിക്കുന്നൊരു വിഷയമാണ് തീവ്രവാദ സമീപനങ്ങൾക്കെതിരിലുള്ളതായ നമ്മളുടെ പ്രഭാഷണങ്ങൾ, ബോധവൽക്കരണങ്ങൾ, അതേപോലെ തന്നെ കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് നമ്മൾ അത് കൃത്യമായി അതിൽ തീവ്രതയില്ലാതെ, അതിൽ ശുഷ്ക സമീപനമില്ലാതെ, അതിലും മിതത്വം പുലർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് അതിൽ പറയാനുള്ളത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മക്കം ഫതഹിന് മുമ്പും ശേഷവും ഇസ്ലാമിക നിയമങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടോ? IS-ഉം അൽ-ഖായിദയും പോലുള്ള തീവ്രചിന്തയുള്ളവരുടെ ചില ചെയ്തികളിൽ ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാറുണ്ട്. മക്കം ഫതഹിൻ്റെ മുമ്പും ശേഷവും ഇസ്ലാമിക നിയമങ്ങളിൽ വ്യത്യാസം ഉണ്ടോയെന്നാണ്. ഇസ്ലാമിക നിയമങ്ങളിൽ എന്താ വ്യത്യാസം? മക്കം ഫതഹിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച സഹാബികളും മക്കം ഫതഹിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച സഹാബികളും ഒരുപോലെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥാനത്തിൽ എല്ലാവർക്കും സ്വർഗ്ഗം ഉണ്ടെങ്കിലും ദറജയിൽ അവർ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സഹാബികളുടെ വിഷയത്തിൽ. അതൊന്ന്. പിന്നെ മക്കം ഫതഹിന് ശേഷം ഹിജറല്ല, ലാ ഹിജറത ബഅദൽ ഫതഹ്. മക്ക ഫതഹായതിനു ശേഷം പിന്നെ ഹിജറല്ല. ഹിജറല്ല പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറല്ല, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉള്ള ഹിജറ ഉണ്ടല്ലോ, റസൂൽ നിർബന്ധമായിട്ട് ഹിജറ പോരണമെന്നല്ല മദീനയിലേക്ക്. ആ ഹിജറ മക്കം ഫതഹോടുകൂടി തീർന്നു. ഇങ്ങനെയൊക്കെ അല്ലാതെ ചില കർമ്മശാസ്ത്ര വിഷയങ്ങളിലുള്ള വ്യത്യാസമല്ലാതെ പിന്നെ വ്യത്യാസങ്ങൾ ഇല്ല. ഈ IS-ഉം അൽ-ഖായിദയും ദുരുപയോഗപ്പെടുത്തുന്ന മസാലകൾ എന്ത് ചെയ്യുന്നുള്ളത് ഈ വിഷയത്തിൽ, ഇങ്ങനെ ഒരു വിഷയത്തിൽ എനിക്കറിയില്ല. അതിൻ്റെ ഉദാഹരണങ്ങൾ ചോദ്യകർത്താവ് പറയുകയാണെങ്കിൽ ഞാൻ വിശദീകരിക്കാം. മക്കം ഫതഹിന് ശേഷം മക്കം ഫതഹായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹായപ്പോൾ എന്താ ചെയ്തത്? ലോകത്ത് സമാനതകളില്ലാത്ത വിധം തൻ്റെ എതിരാളികൾക്കും ശത്രുക്കൾക്കും മാപ്പേകി അവർക്ക് വിട്ടുവീഴ്ച നൽകാനുള്ളത്. ലാ തസ്രീബ അലൈക്കും, നിങ്ങൾക്കെതിരിൽ ഒരു പ്രതികാര നടപടിയുമില്ല എന്ന് പറഞ്ഞിട്ട് മാപ്പ് നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഗതകാലങ്ങളിലെ എതിരാളികളെ മാപ്പ് കൊടുത്ത് വിട്ടതാണ് നമ്മൾ വായിക്കണ ചരിത്രം. ഒരാളെ ചോദിച്ചത്, ഇപ്പോൾ ഈ IS-നെതിരായിട്ട് സലഫിസത്തിന് ഉപരിയായി നവസലഫികളാണ് ഇതിലേക്ക് ചേക്കേറുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ നവസലഫിസം എന്നുള്ളത് ഇതിൻ്റെ മുമ്പ് ആരെങ്കിലും ഉപയോഗിച്ച വാക്കാണെന്നുള്ളതാണ്. പിന്നെ അതോടനുബന്ധിച്ച് സംഘടനാ ലാഭത്തിന് വേണ്ടി മാത്രമായിട്ട് നേരത്തെ മൗലവി പറഞ്ഞ പോലെ ഈ സുന്നത്തിനെ അതേപടി അനുസരിക്കുന്ന വിശിഷ്ട പർദ്ദ, നിര്യാണി വസ്ത്രം, താടി, അവര് തീവ്രവാദത്തിലേക്കാണ് പോകുന്നതെന്ന് അവർക്കറിയാം അതല്ല എന്നുള്ളത്. പക്ഷെ അവരറിഞ്ഞുകൊണ്ട് സംഘടനാ ലാഭത്തിന് മാത്രം അങ്ങനെ പറയുന്നവർക്കുള്ള ഹുക്കും എന്താണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ആദ്യം എന്താ പറഞ്ഞാൽ എനിക്ക് ആദ്യം നവസലഫിസം. ഈ നവസലഫിസം, ഈ രണ്ട് ചോദ്യവും ഏറെക്കുറെ ഒരു അനുബന്ധമാണ്. ഈ നവസലഫിസം എന്ന് പറഞ്ഞിട്ട് ഈ കളിയാക്കുന്നവരുണ്ടല്ലോ, യഥാർത്ഥത്തിൽ പിന്നെ അവർ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടാണ്. എന്നെ താടി വളർത്തുന്നവർ, അതേപോലെ തന്നെ പർദ്ദയുടെ വിഷയം, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം മുടുക്കുക, ഇതൊക്കെയാണ് നവസലഫി. ഇതിൻ്റെ ആളുകളെയാണ് അവർ നവസലഫികൾ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്നത്. അവർക്കറിയാം യാഥാർത്ഥ്യം എന്താണെന്നുള്ളതും ഇതിനൊക്കെ പിന്നിൽ എന്താണെന്നുള്ളതും. പക്ഷേ ഇതൊക്കെ പിന്നെ ചില വിദ്വേഷങ്ങൾ തീർക്കാനും ചില സ്വാർത്ഥതകൾക്കുമൊക്കെയുള്ള താൽക്കാലിക ബദ്ധപ്പാടുകൾ മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സർവശക്തൻ. മനസ്സിലല്ലേ? വിശ്വാസികളെ പരിഹസിച്ചും യഥാർത്ഥ ദീനിൻ്റെ വാക്താക്കളെ അവരുടെ മേൽ വ്യാജം പറഞ്ഞു ഒറ്റാൻ ശ്രമിക്കുന്നവർ ഒരിക്കലും അവർ വിജയിക്കില്ല. പിന്നെ മാത്രമല്ല, അവരതിന് കൂട്ടുപിടിക്കുന്നത് സുന്നത്തുകളെയാണ്. സുന്നത്തിനെ പരിഹസിച്ചും പുച്ഛിച്ചുകൊണ്ടും മനസ്സിലായി ജീവിക്കുന്നവരുടെയൊക്കെ പര്യവസാനം വളരെ മോശമാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഈ പിന്നെ മകൻ ചത്താലും മരുമകളെ കണ്ണീര് കണ്ടാൽ മതി എന്ന ഒരു നയം അതൊരിക്കലും പ്രബോധകന്മാർക്കും പണ്ഡിതന്മാർക്കും, ഈ പണ്ഡിത വേഷധാരികളാണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നെ വാക്താക്കൾ, അതൊരിക്കലും അഭികാമ്യമല്ല. സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയും വാക്കുമാണ് താടിയുടെ വിഷയത്തിൽ.
അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരാൾ അത് പ്രയോഗവൽക്കരിക്കുന്നതിൽ ഒരു വേള ചിലപ്പോൾ ചില ആളുകളിൽ നിന്ന് വീഴ്ച വന്നെന്ന് വരും. ചില ആളുകൾ താടി വടിച്ചെന്നിരിക്കും, ചിലർ വെട്ടിയെന്നിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ സുന്നത്ത് താടി വളർത്തലാണ്. പക്ഷേ അതിനെ ഇவ்விധം പരിഹസിക്കുക, മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ വേണ്ടിയിട്ട് ചവിട്ടിത്തേക്കാൻ വേണ്ടി അവരുടെ കാലിൻ്റെ ചോട്ടിലേക്ക് സുന്നത്തിനെ എറിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെത്ര അപകടമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെര്യാണിക്ക് താഴെ പോകുന്ന വസ്ത്രം നരകത്തിലാണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നെര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെക്കുന്നവരെ കാരുണ്യത്തോടു കൂടി അന്ത്യനാളിൽ നോക്കൂല്ല എന്നും പറഞ്ഞതാണ്. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീനെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ രീതിയിൽ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ, ഹിജാബിനെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതൊക്കെ